അത് നമ്മുടെ വീടിൻ്റെ താഴെ നിലത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ്. അത് ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നത് കൊണ്ട് വലിയ ചീച്ചിലൊന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ് പതിവ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് വേപ്പും പിണ്ണാക്കും കരിയിലയും ചാണകപ്പൊടിയും പിന്നെ മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നിറച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിളവ് കിട്ടുകയും ചെയ്യും. വേപ്പും പിണ്ണാക്കൊക്കെ ഉള്ളത് കൊണ്ട് കീടങ്ങളൊന്നും ആക്രമിക്കില്ല, നിറച്ചുണ്ടാവും. നമ്മൾ ഈ ഗ്രോ ബാഗ് പൊട്ടിച്ച് എടുക്കുമ്പം നിറച്ച് ഇഞ്ചിയായിരിക്കും അതിനകത്ത്. അതാണ് അതിൻ്റെ പ്രത്യേകത, നല്ല വിളവ് കിട്ടും. ഇനി അതിനോടടുത്ത് തന്നെ പയർ നട്ടിട്ടുണ്ട്. ഈ പയർ പ്രത്യേകം പന്തലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ മക്കോട്ടദേവ എന്ന് പറഞ്ഞൊരു ചെടി ഇവിടെ നിൽപ്പുണ്ട്. നിറച്ച് കായ്കളൊക്കെ ഉണ്ട്. നമുക്ക് വെറുതെ തിന്നാൻ പറ്റുന്ന കായല്ല. ഷുഗറുകാരൊക്കെ ഇത് പഴുത്ത് കഴിയുമ്പം ഇത് ഉണക്കി വെയിലത്ത് ഉണക്കിയതിന് ശേഷം വിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. അങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞാൽ നല്ല പറിച്ച് തിന്നാൻ തോന്നും. നല്ല ആപ്പിൾ പോലെ ചെറിയ പഴം, നല്ല ചുവന്ന് തുടുത്ത പഴം. അപ്പോൾ അതിലേക്കാണ് ഈ പയറൊക്കെ കയറ്റി വിടാൻ പോകുന്നത്. ഈ പയറിന് ഈ ചാഴിശല്യമുണ്ട്, ഈ വെളുത്ത പൊടി പോലെ. അപ്പോൾ അത് അങ്ങനെ ഈച്ച വന്ന് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, നീറെന്ന് പറഞ്ഞ സാധനമില്ലേ, നീറിനെ കയറ്റി വിട്ടതാണ്, നേരത്തെ ഇല്ലായിരുന്നു. അപ്പം അതിൻ്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കയറ്റി വിട്ടിരിക്കുന്നതാണ്. കണ്ടോ, കാര്യം അതിനെ കൊണ്ടും ശല്യമൊക്കെ ഉണ്ട്. നിറച്ച് ഇങ്ങനെ കൂട് കൂട്ടി നമുക്ക് ശല്യമുണ്ട്. പക്ഷേ എന്നാലും അത്യാവശ്യം പയറൊക്കെ പോകാതെ ഈ പയറൊക്കെ ഈ ഈച്ച കുത്തിയിട്ട് മുട്ടയിടില്ലേ, വെള്ള നിറത്തിൽ ഇങ്ങനെ പയറിൻ്റെ അടിയിലൊക്കെ കാണാൻ പറ്റില്ല, അതുപോലെ ഇലകളിലും എല്ലാം നിറച്ചുണ്ടാകും. ആ ശല്യം ഒഴിവാക്കാൻ ഇങ്ങനെ നീറിനെ കയറ്റി വിടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് വിഷമൊന്നും അടിക്കേണ്ട ആവശ്യം വരില്ല. അധികവും വിഷമൊന്നും അടിക്കാതെ കിട്ടുന്നതാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീറിനെ കയറ്റി വിടുക. അതുപോലെ ഇതിനാണെങ്കിലും പാവൽ പടർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനാണെങ്കിലും ഈ അത്തിക്കഷായം എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അത് കൊണ്ട് തളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് വെണ്ടയുണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വിഷം അടിക്കാതെ എങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ വിളവ് മാക്സിമം എടുക്കാൻ നോക്കാം. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം എല്ലാവരും ഈ ചെറിയ ട്രിക്കൊക്കെ ഒന്ന് പ്രയോഗിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. വിഷമൊന്നും അടിക്കാതെ ഇങ്ങനെയുള്ള ചെറിയ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ വിളവ് കൂട്ടാമെന്ന് നമുക്ക് നോക്കാം.